ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ 200ാമത്തെ വീഡിയോയാണ്. എല്ലാവരും നല്ലോണം ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു വെറൈറ്റി ആയൊരു പുഴുക്ക് നമുക്കുണ്ടാക്കിയാലോ. നമ്മൾ ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയുള്ള ഇത്യാദി എല്ലാം ചക്ക ഒക്കെ നമ്മൾ പുഴുങ്ങി തിന്നാറുണ്ട്. പക്ഷേ മത്തങ്ങ നമ്മളങ്ങനെ പുഴുങ്ങി കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നാരും കുറവായിരിക്കും പുഴുങ്ങി കഴിച്ചിട്ടുള്ളവർ. അപ്പോൾ നമുക്കിന്ന് മത്തങ്ങ പുഴുങ്ങി കഴിച്ചാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതേ തൊലിയൊക്കെ ചെത്തി ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി കഴുകുന്ന നിങ്ങളെ കാണിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. ഇനി 2 പ്രാവശ്യം കൂടി കഴുകിയെടുക്കാം. അപ്പം മത്തങ്ങയ്ക്ക് വേവൊക്കെ കുറവാണ്. കുക്കറിൽ വെക്കാതെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പാകത്തിനൊക്കെ വേവിച്ചെടുക്കാം, നല്ല ടേസ്റ്റായിട്ട്. ഞാൻ പിന്നെ വേഗം അങ്ങ് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ കളയാനില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കണമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ കുക്കറിൽ വെക്കുന്നേ ഉള്ളൂ. മത്തങ്ങയൊക്കെ കുക്കറിൽ വെക്കാതെ പുഴുങ്ങുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേ നമുക്ക് ഒന്നുകൂടി കഴുകി വേറെ ഒരു കുക്കറിനകത്തേക്ക് ഇത് ഇട്ട് ഒന്ന് വെക്കാം. 1-2 വിസിൽ മതി, ഒരു വിസിലിൽ തന്നെ വേകും. പിന്നെ ഞാൻ ആ കഴുകിയ ചരുവത്തിലെ വെള്ളം കളഞ്ഞു, വേറെ നല്ല വെള്ളം എടുത്തു കേട്ടോ. എന്നിട്ടാണ് മത്തങ്ങയിൽ ഒഴിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ആ വെള്ളം ഞാൻ കളഞ്ഞിട്ട് വേറെ വെള്ളം കൊണ്ടുവച്ചതാണ്. കണ്ടില്ലേ, നല്ല വെള്ളമാണ് ഇപ്പോൾ ആ ചരുവത്തിൽ. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം മതി. മത്തങ്ങയിൽ തന്നെ ഒത്തിരി വെള്ളമൊക്കെ ഉള്ളതാണ്. പിന്നെ കുക്കറിലും കൂടെ വെക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ അല്പം വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കാം. അപ്പം ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഇളക്കലും അടയ്ക്കാൻ ശ്രമിക്കുന്നതൊക്കെ. പറ്റുന്നില്ല. ഒരു കൈ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഞാനിത് 2 കൈയും കൂട്ടി ഇത് അടച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഫോൺ അവിടെ വെച്ചിട്ട് അടയ്ക്കാം. ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്റ്റീം വരും. നമുക്ക് ആ നേരം അത് തൊട്ട് കൂട്ടാനായിട്ടൊരു ഇതുണ്ടാക്കാം. അപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് കുറച്ച് സവോളയും പച്ചമുളകും ഉപ്പും പിന്നെ ഒരു അല്പം പുളിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റി അതായിരിക്കും. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതൊന്ന് ഇടിച്ച് നമുക്കൊന്ന് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രിക്കാണ്. അപ്പോൾ കുറച്ച് മത്തങ്ങ കിട്ടിയത്, എന്ത് ചെയ്യും, കറി വെക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സ്റ്റീം വരുത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നു, പിന്നെ പുഴുങ്ങി തിന്ന് നോക്കാമെന്ന്. കുറച്ച് വെളിച്ചെണ്ണയും മുളകിൽ ഒഴിക്കാൻ ഞാൻ ഇടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുപ്പി എങ്ങനെ പിടിച്ചിട്ടും വീഡിയോയിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അത് ഞാൻ കുപ്പി കറക്കി പിടിച്ചൊഴിക്കുകയാണ്. ഉള്ള എണ്ണ എല്ലാം വീണ് അങ്ങനെ ഒഴിച്ചൊഴിച്ച്. ഇതാണ് ഒരുപാട് എരിയൊട്ടുമില്ലാത്ത മുളകാണ്. അപ്പോൾ അങ്ങനെ രാത്രിക്കാണ് എനിക്ക് ഐഡിയ വന്നതും. രാത്രിയിലാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല നിറം ഉണ്ടാകുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ല, കളർഫുള്ളായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇതൊന്ന് ഇളക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇളക്കാം. ഇനി വെന്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റീമൊക്കെ പോയി തുറന്നെടുത്തു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് തട്ടിയിടാം. മേശപ്പുറമൊക്കെ ഒതുക്കാതെയൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തൊരു പരിപാടിയാണ്, രാത്രിയിലായതുകൊണ്ട്. ഇത് കുറച്ച് മത്തങ്ങ ഞാൻ ഈ പ്ലേറ്റിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളക് കൂട്ടി അത് ഒന്ന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ചൂടാ. കൈ പൊള്ളുന്നു, പിടിക്കാൻ പറ്റുന്നില്ല. കൈ പൊള്ളുന്നുണ്ട്. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസം. ഇത് മത്തങ്ങയാണെന്ന് തോന്നുന്നേ ഇല്ല കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും. മത്തങ്ങ ഒന്നും കളയരുത്. നല്ല ഗുണമുള്ളൊരു പച്ചക്കറി കൂടിയാണ് മത്തങ്ങ. അപ്പോൾ നിങ്ങൾ ഒരുപാടുള്ളപ്പം ഇതൊക്കെ എടുത്ത് പുഴുങ്ങി കഴിക്കുക, കളയാതെ. നമ്മളെ ഒരു കപ്പപ്പുഴുക്കാണോ എന്താണിതെന്ന് തിന്നാൽ പോലും തിരിച്ചറിയത്തില്ല. അതേപോലെ ഇതാണ്. ഞാൻ മോൻ വന്ന് കൊടുത്തപ്പോഴും മോൻ ചോദിച്ചത് എന്തോ അമ്മേ, തിന്നിട്ട് അവന് മനസ്സിലാകുന്നില്ല സംഭവം എന്താണെന്ന്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ, ഹാവ് എ നൈസ് ഡേ.